കൈമൈ മറന്നുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തന ദൗത്യം എന്ന് തന്നെയാണ് ഇവിടെ പൂർണ്ണമായി നടക്കുന്ന ഏറ്റവും. ഇപ്പോൾ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. SR എസ്റ്റേറ്റ് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഒരെണ്ണം വൈത്തിരി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മണ്ണ് മാറ്റി റോഡ് സുഗമമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതായിക്കഴിഞ്ഞാൽ ഉടനെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ സംവിധാനം ഇപ്പോൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ പരിക്കേറ്റ 9 പേരെ മേപ്പാടി വിംസ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഒരാളുടെ നില വളരെ സീരിയസ് ആണ്. പോലീസ് സർജൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വൈത്തിരിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. വയനാട് DMOയും ഒക്കെ സ്ഥലത്തുണ്ട്, ഉദ്യോഗസ്ഥന്മാരൊക്കെ സ്ഥലത്തുണ്ട്. എല്ലാ സൗകര്യങ്ങളും ചികിത്സാ സൗകര്യങ്ങളും ചെയ്യാനുള്ള സംവിധാനങ്ങൾ ആരോഗ്യവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. ഈ പരിക്കേറ്റവരെയും വിംസിന് കോഴിക്കോട്ടേക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്നുള്ളൂ? അല്ല, അതിൻ്റെ പ്രാഥമികമായിട്ട് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ആലോചിക്കൂ. ഏതായാലും ആശുപത്രിയിലെ എല്ലാ സജ്ജീകരണങ്ങളും വയനാട് ജില്ലയിലെ എല്ലാ സർക്കാർ ആശുപത്രികളിലും വേണ്ട സജ്ജീകരണങ്ങൾ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. 2 ഡെത്താണ് കൺഫേം ചെയ്തത്. അതെ, 2 ഡെത്താണ് കൺഫേം ചെയ്തത്.